നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാ നന്മകളും തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ ധനിക്കൂർ നക്ഷത്രങ്ങൾ, അതായത് മൂലം പൂരാട ഉത്രാട നക്ഷത്രങ്ങൾ, അതിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച നമ്മൾ പറയാൻ പോണത്. എന്തായാലും സന്തോഷ ഫലങ്ങളാണ്, അല്ലാതെ വിഷമസന്ധികളായിട്ടുള്ള ഫലങ്ങളില്ല. മൂലത്തിന് കഷ്ടമത്തിന് വ്യാഴമാണെങ്കിൽ തന്നെയും ഭൂരിഭാഗം കാര്യങ്ങളിലൊക്കെ ഗുണസ്ഥിതി ഫലങ്ങളും സന്തോഷസ്ഥിതിയൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ട് ഈ മൂലപൂരാടം ഉത്രാടം നാളുകാരുടെ തൊഴിൽ രംഗം, ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ പ്രധാനം അതല്ലേ. അപ്പം തൊഴിൽ രംഗത്ത് അത്യാവശ്യം മെച്ചപ്പാടും സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ഗുണസ്ഥിതിയൊക്കെ ഉണ്ടാവും, ധനലാഭമൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്തെ ഭിന്നതകളെല്ലാം മാറി, കലഹങ്ങളെല്ലാം മാറി അഭിവൃദ്ധിയിലേക്ക് പോകും തൊഴിൽ രംഗം. അതിപ്പോൾ ഒരു സംരംഭമാണെങ്കിലും അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ടുള്ള സാഹചര്യമാണെങ്കിലും എല്ലാം അല്പം അലോഹ്യങ്ങളും കലഹങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ ചുറ്റുപാടുകളിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സന്തോഷാനുഭവത്തിലേക്ക് പോകും തൊഴിൽ രംഗം. ധനമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ വഴി അഭിവൃദ്ധി ഉണ്ടാവും, തൊഴിൽ വിജയം ഉണ്ടാവും, തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള ഒരു സമയമാണ് ഇത് തുടങ്ങിയേക്കുന്നത് മൂലം പൂരാടം ആളുകൾക്ക്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നല്ല മേൽഗതി ഉണ്ടാവും, വിജയങ്ങളുണ്ടാവും. പ്രതീക്ഷിക്കുന്നതിനേക്കുള്ള വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നാളുകാർക്ക്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, പഠന കാര്യങ്ങളിലൊക്കെ അതും ഒരു സന്തോഷസ്ഥിതിയാണ്. ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയസ്ഥിതികളുണ്ടാവും, ഗുണസ്ഥിതികളുണ്ടാവും, അഭിവൃദ്ധികളുണ്ടാവും. അങ്ങനത്തെ സമയം കൂടിയാണ് തുടങ്ങിയേക്കുന്നത്. ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള പലവിധ കാര്യങ്ങളിൽ നമുക്ക് അഭിവൃദ്ധികൾ, സന്തോഷങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതും ഒരു പ്രധാന സന്തോഷസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ ദൂരയാത്രയ്ക്ക് സാധ്യതകളുണ്ട്, തീർത്ഥാടനങ്ങൾ നടത്താൻ സാധ്യതകളുണ്ട്. അതിനൊക്കെ പറ്റിയ സമയങ്ങളാണ്. അതൊന്നും ധാരാളം കയ്യിൽ നിന്ന് കാശുകൾ മുടക്കിയല്ല, അതല്ലാതെ പോകാനും പല കാര്യങ്ങളിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. അതും ഒരു ഗുണമാണ് എന്ന് വെച്ചോളൂ. പിന്നെ പറയണമെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന അനവധി ആൾക്കാരുണ്ടായിരുന്നു ഈ മൂലം പൂരാടം ആളുകാർ. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടി, സമൃദ്ധിയും സന്തോഷമൊക്കെ കിട്ടും. തൊഴിൽ രംഗം അല്ല, ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറി മെച്ചപ്പാടാവും, സന്തോഷസ്ഥിതി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളുണ്ടാവും, കുടുംബത്തിലെല്ലാവരുമായിട്ടൊക്കെ നല്ല ലോഹ്യത്തിലാവും. അങ്ങനത്തെ ഒരു സമയമാണിത്. അതും ഗുണസ്ഥിതിയാണ്. പിന്നെ ശത്രുനാശം ഉണ്ടാവും. ഈ മൂലം പൂരാടം ഉത്രാടം നാളുകാർക്ക് ധാരാളം ശത്രുക്കളുണ്ടാവും പൊതുവെ. അപ്പോൾ ആ ശത്രുക്കളൊക്കെ ക്ഷയിച്ചു പോകും, നശിച്ചു പോകും. അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടിയുണ്ട് ഈ സമയത്ത്. പിന്നെ കുട്ടികളാണെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രം ചില വീഴ്ചകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. അത് ഏകദേശം ഈ കുഞ്ഞു കുട്ടികൾ, ഒരു 9 വയസ്സ് തുടങ്ങി ഒരു 13 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഇഷ്ടക്കുറവും അലോഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആളുകാർക്ക്. ബാക്കി ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ധർമ്മസങ്കടങ്ങളൊന്നുമില്ല. തൊഴിൽ രംഗം മെച്ചപ്പെടും, ധനകാര്യങ്ങളിൽ സ്വസ്ഥത ഗുണങ്ങളൊക്കെ ഉണ്ടാവും, ഭാഗ്യസ്ഥിതി ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടാതിരിക്കും, സംരംഭങ്ങൾ ഗുണസ്ഥിതിയിലെത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. ശത്രുനാശം ഉണ്ടാവും. പിന്നെ വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രം തടസ്സം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് വിവാഹം ആവാത്തൊരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ ചില വിവാഹങ്ങൾ നമുക്ക് നീക്കി വെക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരും, അല്പകാലം നീക്കി വെക്കേണ്ട സാഹചര്യങ്ങൾ വരും. പിന്നെ ഗൃഹനിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് കയറി താമസം നടത്താൻ സാധിക്കും. ആ നിർമ്മാണ പ്രവർത്തനമെല്ലാം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. വാഹനമാറ്റത്തിന് സാധ്യതയുണ്ട്. അതിനുള്ള വാഹനങ്ങൾ മാറി പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ വേറെ വാഹനങ്ങളിലേക്ക് മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും മനസ്സുകളൊക്കെ വരും. അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് മാറ്റി വാങ്ങിക്കാനും
വേറെ പുതിയത് ആരംഭിക്കാനൊക്കെ ഉള്ള മനസ്സുകൾ വരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ സഹോദരന്മാരിൽ നിന്ന് ധാരാളം സഹായങ്ങൾ കിട്ടുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. കൂടപ്പുറപ്പുകൾ, സഹോദരന്മാർ അവരിൽ നിന്നൊക്കെ ധാരാളം ഗുണങ്ങളും ധാരാളം സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതൊക്കെ സന്തോഷമാണ്. സങ്കടാനുഭവം എന്ന് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് വിപരീതമായിട്ട് ബാധിക്കുന്ന ആൾക്കാരുണ്ട്. ഉത്രാടം ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ജോലി കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവും, അവരുടെ ആ പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങളുണ്ടാവും, ഭിന്നതകൾ വരും, ചില കാര്യങ്ങൾ ഒഴിവാക്കി നിൽക്കേണ്ട സാഹചര്യങ്ങൾ മനസ്സൊക്കെ വരും. അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. ഈ പോരാടുന്ന ആളുകളാണെങ്കിൽ കുടുംബത്തിൽ ഒരുപാട് ലോഹ്യങ്ങൾ ഉണ്ടാക്കിയിരുന്ന സന്താനങ്ങൾ ആ ലോഹ്യ സ്ഥിതിയൊക്കെ മാറി സന്തോഷസ്ഥിതിയിലേക്കൊക്കെ വരും. അങ്ങനത്തെ ഒരു മനുഷ്യൻ കൂടിയുണ്ട്. ഈ പോരാടുന്ന ആളുകാർ കുട്ടികൾ ഒരു 13 വയസ്സ് തുടങ്ങി 21 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കുടുംബത്തിൽ പല വിധേന അലോഹ്യങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അലോഹ്യങ്ങളൊക്കെ മാറി അവർ ആഗ്രഹിക്കുന്ന കൂടുതൽ വിജയസാധ്യതകളുണ്ടാവും. ആ ലോഹ്യസ്ഥിതിയൊക്കെ മാറി ലോഹ്യസ്ഥിതികളിലേക്കൊക്കെ മാറും അവരുടെ മനസ്സൊക്കെ. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്ക് പല വിധേന സംരംഭങ്ങൾ തുടങ്ങാനുള്ള മനസ്സുകൾ വരുമെന്നുള്ളതാണ്. പല പല കാര്യങ്ങളിൽ പുതിയതാരംഭിക്കാനുള്ള മനസ്സ് ഇവർക്ക് വന്നു ചേരും. അത് ഈ മൂലംപൂരാട് ഉത്രാടം ആളുകാർക്ക് ഈ സമയത്ത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. ഒരു ഭാഗം നോക്കിയാൽ അതെല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ പോലീസ് കേസുകാരിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്. പൂരാടം ആളുകാർക്കൊക്കെ പല വിധേന പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനത്തെ ഒരവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ പല വിധേനയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം കിട്ടി ഗുണസ്ഥിതി ഉണ്ടാകും. ഇതൊക്കെ ചില ആൾക്കാർക്ക് വിപരീതമായിട്ട് ബാധിക്കും. അത് ജാതകവശാലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മാറാനായിട്ട് അനവധി വഴികളുണ്ട്. അതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുക. ഈ നാളുകാർ ഗുരുവായൂരപ്പൻ്റെ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പനെയും കദളിപ്പഴം അല്ലെങ്കിൽ പൽപ്പായസം എന്തെങ്കിലും കഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ഇവർക്ക് പല വിധേന ഗുണങ്ങൾ വന്നു ചേരാൻ വളരെ നല്ലതാണ്. പിന്നെ പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും ദുർഗാ ഭഗവതിക്ക് പൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ നല്ലതാണ്. ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ദുർഗാ ഭഗവതിക്ക് പൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കാം. കൃഷ്ണൻ്റെ പൽപ്പായസം, അതുപോലെ തന്നെ കദളിപ്പഴ നൈവേദ്യമൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം. ഗുരുവായൂർ സാധിക്കുമ്പോൾ പോയി പ്രാർത്ഥിക്കാം. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ വ്യാഴം എന്ന ഗ്രഹത്തിന് മുല്ലമാലയും മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നവഗ്രഹങ്ങളിൽ വ്യാഴം എന്ന ഗ്രഹത്തിന് വ്യാഴം ആ ഗ്രഹത്തിന് മഞ്ഞപ്പെട്ടും മുല്ലമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. അങ്ങനെയുള്ള പല വഴിപാടുകൾ കൊണ്ട് ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. അതുപോലെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഭഗവാന് ജലധാര കഴിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം മഹാദേവന്. ഇതൊക്കെ ഇവരനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാനും രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാനും കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറാനൊക്കെ വളരെ വിശേഷമാണ്. ഇത് കഴിച്ച് പ്രാർത്ഥിക്കുക. ഈ നാളുകാർ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാർക്കും സന്തോഷസ്ഥിതി ആവുള്ളൂ. ഇനി അതെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കാം. ദുർഗാഭഗവതിക്ക് പൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കാം. നവഗ്രഹങ്ങളിൽ വ്യാഴഗ്രഹത്തിന് മഞ്ഞപ്പെട്ട് മുല്ലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാദേവൻ ജലധാര ഭാഗ്യസൂക്ത മന്ത്രാർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ധാരാളം മോചനം കിട്ടും. സംശയം വേണ്ട. വേഗം മോചനം കിട്ടും. സംശയം വേണ്ട കേട്ടോ. എല്ലാവരും ഭവനം അനുഗ്രഹിക്കട്ടെ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാം. നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.